Dear students, welcome back. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്തു. ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയിൽ തന്നെ ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയിൽ തന്നെ രണ്ടാം ഭാഗം സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പാണ്. ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത ഈ വർഷത്തെ ഫോക്കസ് ഏരിയ കൂടിയാണെന്ന് ഓർമ്മിക്കണം. അതോടൊപ്പം തന്നെ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഏതായാലും ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ക്ലാസ് മുഴുവനായിട്ട് കാണുക. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്, ഇത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് എന്ന സയൻറ്റിസ്റ്റ് സൗത്ത് അമേരിക്കൻ ജംഗിൾസിൽ നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കണ്ടെത്തിയ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ, അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലിൽ സ്പീഷീസ് റിച്ച്നെസ് ദാറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ്ഡ് എക്സ്പ്ലോർഡ് ഏരിയ വർദ്ധിക്കുന്നതനുസരിച്ച് സ്പീഷീസ് റിച്ച്നെസ്സും കൂടി വരും. പക്ഷെ അങ്ങനെ കൂടി വരുന്നത് ഒരു സർട്ടൻ ലിമിറ്റ് വരെ മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്നാണ് ഹംബോൾട്ടിന് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ നമുക്കൊന്നുകൂടെ വിശദീകരിക്കാം. സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് മീൻസ് സ്പീഷീസ് റിച്ച്നെസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് എക്സ്പ്ലോഡിങ് ഏരിയ. ആ എക്സ്പ്ലോർഡ് ഏരിയ കൂടുന്ന സമയത്ത് സ്പീഷീസ് റിച്ച്നെസ് കൂടുന്നു. ബട്ട് ഓൺലി ഇറ്റ് അപ് ടു സർട്ടൻ ലിമിറ്റ്. ഇറ്റ് ഇസ് ഓൺലി അപ് ടു സർട്ടൻ ലിമിറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്പീഷീസ് റിച്ച്നെസ് ആൻഡ് ഏരിയ that can be given by an equation, that is S is equal to C a raised to Z. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഒരു ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ we get a rectangular hyperbola. അതായത് ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോളയായിട്ടാണ് ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? സ്പീഷീസും ഏരിയയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് വി ക്യാൻ ഡ്രോ എ ഗ്രാഫ്. ആ ഗ്രാഫിൽ എക്സ് ആക്സിസിൽ നമ്മൾ ഏരിയ എടുത്തിരിക്കുകയാണ്, സ്പീഷീസ് റിച്ച്നെസ് വൈ ആക്സിസിലും കൊടുത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഇവിടെ ഏരിയ വർദ്ധിക്കുന്നതനുസരിച്ച് സ്പീഷീസ് റിച്ച്നെസ്സും കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഒരു നിശ്ചിത ഏരിയ എത്തിക്കഴിഞ്ഞാൽ ഈ ഗ്രാഫ് പിന്നെ ഒരു ഹൈപ്പർബോള ആയതുകൊണ്ട് തന്നെ നോർമലി ഒരു കോൺസ്റ്റന്റ് ലെവലിലേക്ക് നീങ്ങുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് അങ്ങോട്ട് ഏരിയ വർദ്ധിച്ചാലും സ്പീഷീസ് റിച്ച്നെസ് കൂടുന്നില്ല എന്നർത്ഥം. ഏതായാലും ഈ ഗ്രാഫിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന എസ്, അതേപോലെ സി, എ, സെഡ്, ഈ വാല്യൂസ് എന്തൊക്കെയാണെന്ന് ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ എസ് എന്നത് സ്പീഷീസ് റിച്ച്നെസ് ആണ്, അതേപോലെ എ ഏരിയ ആണ്, സി എ നമുക്ക് വൈ ഇന്റർസെപ്റ്റ് എന്ന് വിളിക്കാം, വൈ ഇന്റർസെപ്റ്റ്. അതേപോലെ തന്നെ സെഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ലൈൻ, അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് റിഗ്രഷൻ കോഎഫിഷ്യന്റ്. ഇത്രയുമാണ് ഇതിലെ ഈ ഇക്വേഷൻസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട നോട്ട് ചെയ്തിരിക്കുന്ന ഷോർട്ട് ഫോംസ് എന്നത്. ഇനി നമ്മൾ ഈ ഒരു ഗ്രാഫിന് ലോഗരിതം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ദാറ്റ് മീൻസ് ഈ ഇക്വേഷനിലേക്ക് നമ്മൾ വി ആർ അപ്ലൈയിങ് ലോഗരിതം. അപ്പോൾ വരുന്ന സമയത്ത് നമുക്ക് ലോഗ് സ്കെയിൽ കിട്ടുന്നു. ദ ഗ്രാഫ് ബിക്കംസ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ അതെങ്ങനെയാണ് സ്ട്രെയിറ്റ് ലൈനായി മാറുന്നത്? ദാറ്റ് മീൻസ് ഇക്വേഷനിലേക്ക് ലോഗരിതം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലോഗ് എസ് ഈസ് ഈക്വൽ ടു ലോഗ് സി പ്ലസ് Z log A എന്ന് വരും. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷന്റെ ഫോമിലല്ലേ വരുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇതുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഇക്വേഷനും ആ ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കേണ്ടിയിരിക്കുന്ന ഗ്രാഫും. അപ്പോൾ ഈ വർഷത്തെ ഫോക്കസ് ഏരിയ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്?
അതേപോലെ തന്നെ ഗ്രാഫിനെ സൂചിപ്പിക്കുന്ന ഇക്വേഷൻസ് എന്തൊക്കെയാണെന്നും മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ സെഡ് വാല്യൂ എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദ ലൈൻ ആണെന്ന് സൂചിപ്പിച്ചല്ലോ. അതായത് സെഡ് ഈസ് ദ ലിമിറ്റ്, ആ ലിമിറ്റ് അപ്ലൈ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ സോ നോർമലി ജനറൽ വാല്യൂ ഓഫ് സെഡ് വാല്യൂ എന്ന് പറയുന്നത് 0.1 to 0.2 മാത്രമാണ്. എന്നാൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്ന ഏരിയ വളരെ ലാർജ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു എൻറ്റയർ കോണ്ടിനെൻ്റ് ഒക്കെ പരിഗണിക്കുക, ഒരു വലിയ ഭൂഖണ്ഡം തന്നെ പരിഗണിക്കുക, അങ്ങനെ വരുന്ന സമയത്ത് ഈ സ്ലോപ്പ് ഓഫ് ദ ലൈൻ മച്ച് സ്റ്റീപ്പർ, വളരെ കുത്തനെയായിട്ട് മാറുകയും ആൻഡ് സെഡ് വാല്യൂ ബിക്കംസ്, സെഡ് വാല്യൂ എന്നത് 0.6 to 1.2 വരെ ആകാം, 0.6 to 1.2 വരെ ആകാം. അപ്പോൾ അത് ഏരിയ കൂടുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഈ ലൈനിൻ്റെ സ്ലോപ്പ് അത് മച്ച് സ്റ്റീപ്പർ, കുത്തനെയായിട്ട് വരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിളായിട്ട് പരിചയപ്പെടുന്നത് പിന്നെ ഫ്രൂഗിവോറസ് ബേർഡ്സ് ആൻഡ് മാമൽസ് ഇൻ ദ ട്രോപ്പിക്കൽ ഫോറസ്റ്റ്. ഡിഫറെൻറ്റ് കോണ്ടിനെൻസിലായിട്ട് കാണാൻ കഴിയുന്ന ട്രോപ്പിക്കൽ ഫോറസ്റ്റിലെ ഫ്രൂഗിവോറസ് ബേർഡ്സ് എന്ന് വെച്ചാൽ ഫ്രൂട്ട് ഈറ്റിംഗ് ആയിരിക്കുന്ന ബേർഡ്സ് ആൻഡ് മാമൽസ്, അവയ്ക്ക് നമ്മൾ ഈ രീതിയിലൊരു സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് കണ്ടെത്തിക്കൊണ്ട് ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ദ സെഡ് വാല്യൂ വിൽ ബി 1.15. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഡിഫറെൻറ്റ് കോണ്ടിനെൻസിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ട്രോപ്പിക്കൽ ഫോറസ്റ്റിനെ മൊത്തമായിട്ട് നമ്മൾ പരിഗണിച്ചു. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ വെരി വെരി ലാർജ് ഏരിയ. അപ്പോൾ അങ്ങനെ ലാർജ് ഏരിയയായി മാറുന്ന സമയത്ത് സെഡ് വാല്യൂ എന്നത് 1.15. ഞാൻ പറഞ്ഞു 1.2 വരെ പോകാമെന്ന് പറഞ്ഞല്ലോ, 1.15 നിയർലി 1.2 എന്ന രൂപത്തിലേക്ക് വരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് പ്രധാനമായിട്ടും ഈ വർഷം ഫോക്കസ് ഏരിയ ആയതുകൊണ്ട് തന്നെ പിന്നെ വരാനുള്ള സാധ്യത ഈ ഗ്രാഫ് നമ്മളൊന്ന് ഓർത്തു വെക്കണം, മനസ്സിലാക്കി വെക്കണം. ഇനി ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന ഇക്വേഷൻസ് എന്തൊക്കെയാണെന്നും ആ ഇക്വേഷൻസിലെ ഓരോ ലെറ്റേഴ്സും അല്ലെങ്കിൽ ഓരോ ഷോർട്ട് ഫോംസും എന്തിനെ സൂചിപ്പിക്കുന്നുവെന്നും ഈ വർഷം നമുക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ ആണല്ലോ? ഈ ചാപ്റ്ററിൽ ഇനി നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്നൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്യാണ്. അതായത് പിന്നെ പല വെറൈറ്റീസ് ഓഫ് ഓർഗാനിസംസ് നമുക്ക് ചുറ്റുമുണ്ട്. ഇതിൽ ഓരോ സ്പീഷീസും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ബയോഡൈവേഴ്സിറ്റിക്ക് അവ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി, നമ്മുടെ ഇക്കോസിസ്റ്റത്തിന് ഓരോ സ്പീഷീസിൻ്റെയും ഡൈവേഴ്സിറ്റി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കാം. ഇതിൽ ഡേവിഡ് ടിൽമാൻ എന്ന സയൻറ്റിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ലാർജ് ഏരിയാസ് വെച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത പിന്നെ ഓപ്പൺ പ്ലോട്ട് എക്സ്പെരിമെൻറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പ്ലോട്ട് എക്സ്പെരിമെൻറ്റുകളിൽ അദ്ദേഹത്തിന് കാണാൻ പറ്റിയത് പ്ലോട്ട് വിത്ത് മോർ സ്പീഷീസ്. അദ്ദേഹം ഡിഫറെൻ്റ് ഓപ്പൺ പ്ലോട്ടുകളിൽ പലതരത്തിലുള്ള കൾട്ടിവേഷനും കാര്യങ്ങളും നടത്തിയിട്ട് പ്ലോട്ട് വിത്ത് മോർ സ്പീഷീസ്, ഒരുപാട് വ്യത്യസ്തമായ സ്പീഷീസ് കാണാൻ പറ്റുന്ന പ്ലോട്ടുകൾ, ദേ ഷോസ് ലെസ് ഇയർ ടു ഇയർ വേരിയേഷൻ ഇൻ ടോട്ടൽ ബയോമാസ്. ഓരോ വർഷം കഴിയുന്ന സമയത്തും ഇവയിലെ ബയോമാസ് എന്ന് പറയുന്നത് ഇയർ ടു ഇയർ വേരിയേഷൻ കാണിക്കാത്തത് അല്ലെങ്കിൽ ലെസ് വേരിയേഷൻ കാണിക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഇവിടെ പിന്നെ പ്ലോട്ട് വിത്ത് മോർ സ്പീഷീസ്. അപ്പോൾ സ്പീഷീസുകളുടെ എണ്ണം കൂടുക എന്നത് നമ്മുടെ എന്താണ് ടോട്ടൽ ബയോമാസിന്റെ വേരിയേഷൻ വരാതെ നോക്കാൻ കാരണമാകുമെന്ന് ഇതിൽ നമുക്ക് ഊഹിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇൻക്രീസ്ഡ് ഡൈവേഴ്സിറ്റി, അതായത് വെറൈറ്റി ഓഫ് എന്താണ് ഓർഗാനിസംസ്, അതിൽ പ്ലാന്റ്സും ആനിമൽസും ഒക്കെ വെറൈറ്റീസ് വരികയാണെങ്കിൽ, ഇൻക്രീസ്ഡ് ഡൈവേഴ്സിറ്റി ഉണ്ടാകുകയാണെങ്കിൽ ദാറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ഹയർ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടും. ദാറ്റ് മീൻസ് എന്താണ് പ്ലാന്റ്സിനുണ്ടാകുന്ന സോളാർ എനർജി സ്വീകരിച്ച് ഫോട്ടോസിന്തസിസ് നടത്തി അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ടിവിറ്റി കൂടുന്നു. ആൻഡ് അങ്ങനെ കൂടുന്നത് ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഇക്കോസിസ്റ്റം ഹെൽത്ത് ആൻഡ് സർവൈവൽ ഓഫ് ഹ്യൂമൻ റേസ്. അതാണ് ഡേവിഡ് ടിൽമാൻ്റെ കണ്ടെത്തലിലൂടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം പിന്നെ ഇൻക്രീസ്ഡ് ഡൈവേഴ്സിറ്റിയാണ് നമ്മുടെ എക്കോസിസ്റ്റത്തിന് ആവശ്യമായിരിക്കുന്നത്. ഒന്നോ രണ്ടോ സ്പീഷീസ് എന്നതിനപ്പുറത്തേക്ക് ആയിരക്കണക്കിന് സ്പീഷീസ് ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ പ്രോഡക്റ്റിവിറ്റി നൽകുന്നു. അതേപോലെ തന്നെ കൂടുതൽ പ്രോഡക്റ്റിവിറ്റി ഉണ്ടാകുക എന്ന് പറയുന്ന സമയത്ത് ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ സർവൈവലിനും അതേപോലെ ഹ്യൂമൻ റേസിനും ഒക്കെ അത് അനിവാര്യമാണെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന ഭാഗത്ത് ഡേവിഡ് ടിൽമാൻ്റെ ഈ ഒരു കാര്യം ഒന്ന് ഓർത്തു വെക്കുക. ഇത് ഫോക്കസ് ഏരിയ അല്ല, എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. റിവേറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ് ആണ്. ലെറ്റ്സ് കം.
സ്റ്റാൻഫോർഡ് എക്കോളജിസ്റ്റായ പോൾ എർലിക് അദ്ദേഹം പ്രപ്പോസ് ചെയ്ത, അദ്ദേഹം മുമ്പോട്ട് വെച്ച ഹൈപ്പോത്തിസിസ് ആണ് റിവെറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ്. ഈ ഒരു ഹൈപ്പോത്തിസിനെ നമ്മളൊന്ന് മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ വേർഡ് മീനിങ് ഒന്ന് ഓർമ്മിക്കുക. റിവേറ്റ് സാധാരണ മെഷീൻസിലും മറ്റൊക്കെ ഭാഗങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു പ്രത്യേകതരം സ്ക്രൂ പോലെയുള്ള ഭാഗമാണ് റിവേറ്റ് എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ പോപ്പർ മീൻസ് അതിനെ പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ റിവേറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ് എന്താണ് അർത്ഥമാക്കുന്നത് ഒന്ന് മനസ്സിലാക്കാലോ. അതായത് ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, അതായത് പോൾ എർലിക്കിൻ്റെ കാഴ്ചപ്പാട് പ്രകാരം നമ്മുടെ ഇക്കോസിസ്റ്റത്തെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എയർപ്ലെയിനോട്, ഒരു എയർക്രാഫ്റ്റിനോട് നമുക്ക് താരതമ്യം ചെയ്യാം. അപ്പോൾ ഇക്കോസിസ്റ്റം എന്നത് എയർപ്ലെയിൻ ആണ്. ഇക്കോസിസ്റ്റം എയർപ്ലെയിൻ. അപ്പോൾ ഇതിൽ ഒരു ഇക്കോസിസ്റ്റത്തിലെ എല്ലാ സ്പീഷീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാൻ വേണ്ടി, അല്ലെങ്കിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ റിവെറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നോർമലി ഒരു എയർപ്ലെയിനിലെ എല്ലാ പാർട്സും പരസ്പരം ജോയിൻ ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു റിവേറ്റ്സ് ഉപയോഗിച്ചിട്ടാണ്. റിവേറ്റ്സ് ചെറിയ സ്ക്രൂ പോലുള്ള ഭാഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇക്കോസിസ്റ്റത്തിലെ റിവേറ്റ്സ് എന്നറിയപ്പെടുന്നത് ഇവയുടെയുള്ള സ്പീഷീസ് ആണ്. അപ്പോൾ ഒരു എയർക്രാഫ്റ്റിൽ ഭാഗങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ റിവേറ്റ്സ് ഉപയോഗിച്ചതുപോലെ തന്നെ ഒരു ഇക്കോസിസ്റ്റത്തിലെ പലതും പരസ്പരം പ്രതിപ്രവർത്തിക്കുന്ന രൂപത്തിലാണ് സ്പീഷീസ് ഉള്ളതെന്നാണ് റിവെറ്റ് പോപ്പർ ഹൈപ്പോത്തിസിന്റെ ആകെ കണ്ടന്റ്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഹൈപ്പോത്തിസിസ് ഫംഗ്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഹൈപ്പോത്തിസിസ് അദ്ദേഹം മുമ്പോട്ട് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. സപ്പോസ് ഈ പാസഞ്ചർ, ഈ എയർക്രാഫ്റ്റിൽ സഞ്ചരിക്കുന്ന യാത്രക്കാർ, ആ പാസഞ്ചേഴ്സ് എന്ത് ചെയ്യുന്നു, ദേ പോപ്പ് എയർ റിവേറ്റ്. അവരതിലെ ഒരു റിവേറ്റ് ഊരിയെടുക്കുന്നു, ഇളക്കിയെടുക്കുന്നു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് മെ നോട്ട് അഫക്റ്റ് ദ ഫ്ലൈറ്റ് സേഫ്റ്റി. ഒരു റിവേറ്റ് ഇങ്ങോട്ടേക്ക് ഇളക്കിയെടുത്തത് കൊണ്ട് ഫ്ലൈറ്റിൻ്റെ സേഫ്റ്റിക്ക് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഒരു റിവേറ്റിന് ഇങ്ങോട്ടേക്ക് പോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സ്പീഷീസിന്റെ എക്സ്റ്റിങ്ഷൻ ആയിട്ട് നിങ്ങൾ കണക്കാക്കാം. കാരണം എ റിവേറ്റ് ദാറ്റ് ഈസ് ഇൻഡിക്കേറ്റിംഗ് എ സ്പീഷീസ്. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഒരു സിംഗിൾ സ്പീഷീസ് നമ്മുടെ ഇക്കോസിസ്റ്റത്തിൽ നിന്ന് എക്സ്റ്റിങ്ക്റ്റ് ആയി മാറിപ്പോകുന്ന സമയത്ത് ഒരിക്കലും ഇക്കോസിസ്റ്റത്തിന്റെ ഫങ്ഷനിങ്ങിനെ അത് കൂടുതലായിട്ട് അല്ലെങ്കിൽ ടോട്ടലി ബാധിക്കുന്നൊന്നുമില്ല. പക്ഷേ അടുത്ത മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു യാത്രക്കാരൻ ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു റിവേറ്റ് പോപ്പ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഇളക്കിയെടുക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. പകരം എന്താണ്, ബട്ട് ആസ് മോർ ആൻഡ് മോർ റിവേറ്റ്സ് ആർ റിമൂവ്ഡ്, ഒരുപാട് തവണ യാത്ര ചെയ്യുന്ന പലതരം യാത്രക്കാർ അവരൊക്കെ ഓരോരോ റിവേറ്റുകൾ റിമൂവ് ചെയ്തു വരുന്നു. വാട്ട് വിൽ ഹാപ്പൻ, ദ പ്ലേറ്റ് ബിക്കംസ് ഡേഞ്ചറസ്ലി വീക്ക്. ആണല്ലോ, പ്ലേറ്റ് ഈ ഒരു പ്ലെയിൻ അല്ലെങ്കിൽ ഈ ഒരു ഫ്ലൈറ്റ് നമുക്ക് അത് ഡേഞ്ചറസ്ലി വീക്കായി മാറും. ഓക്കെ, അപ്പോൾ ഇനി ഒന്നുകൂടെ ഓർത്തു വെക്കേണ്ടത്, ഈ പറഞ്ഞിരിക്കുന്ന റിവേറ്റ്സ് അത് ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന്, റിവേറ്റ്സ് ഓൺ വിങ്, അപ്പോൾ അതാണ് ഇളക്കി മാറ്റുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി മോർ ഡേഞ്ചറസ് ദാൻ പോപ്പിംഗ് എ റിവേറ്റ് ഫ്രം സീറ്റ് ഓർ വിൻഡോ ഇൻസൈഡ് ദ പ്ലെയിൻ, അല്ലേ? അപ്പം ഫ്ലൈറ്റിനകത്തെ ഒരു മിററിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഒരു സീറ്റിന്റെ ഭാഗത്തോ ഉള്ള റിവേറ്റ് അത് ഇളക്കി മാറ്റി കഴിഞ്ഞാൽ അതിന്റെ ഫ്ലൈറ്റ് സേഫ്റ്റിയെ പെട്ടെന്ന് ബാധിക്കണമെന്നില്ല. പക്ഷേ വിങ്സിലൊക്കെ ഉള്ള റിവേറ്റ് ആണ് പോപ്പ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് വിൽ അഫക്റ്റ് ദ ഫ്ലൈറ്റ് മോർ ഡേഞ്ചറസ്ലി, അല്ലേ? അപ്പൊ ഇത്തരത്തില് ഈ വിങ്സിലും മറ്റൊക്കെ കാണുന്ന റിവേറ്റ് അദ്ദേഹം അതിനെ ഉപമിച്ചത് ചില കീ സ്പീഷീസിനോടാണ്, അല്ലേ? നമ്മുടെ മേജർ എക്കോസിസ്റ്റം ഫങ്ഷൻസിനെ തന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചില കീ സ്പീഷീസ് ഉണ്ടാകും. ആ കീ സ്പീഷീസ് നശിച്ചു പോകുന്ന സമയത്ത് കൂടുതലായിട്ട് എക്കോസിസ്റ്റത്തെ ബാധിക്കുന്നു എന്നതാണ് ഇവിടെ റിവെറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. അപ്പോൾ ഈ ഭാഗം നമ്മൾ പോൾ എർലിക്കാണ് പ്രപ്പോസ് ചെയ്തതെന്നും അതെന്താണ് അർത്ഥമാക്കുന്നതൊക്കെ പ്രത്യേകിച്ച് മനസ്സിലാക്കി വെക്കുക. കാരണം ഈ വർഷത്തെ ഫോക്കസ് ഏരിയയിൽ വരുന്നൊരു ഭാഗം കൂടിയാണ്. സിമ്പിളാണ്, കാര്യം ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ എക്കോസിസ്റ്റത്തെ ഒരു എയർക്രാഫ്റ്റിനോട് ഉപമിക്കുക.
അതിലെ ഭാഗങ്ങളൊക്കെ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടിയിട്ട് റിവേറ്റ് ഉണ്ട്. അപ്പം പാസഞ്ചേഴ്സ് ഈ റിവേറ്റ്സ് ഇളക്കി മാറ്റിയാൽ ഒന്നോ രണ്ടോ റിവേറ്റുകൾ പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കൂടുതൽ പാസഞ്ചേഴ്സ് കൂടുതൽ റിവേറ്റുകൾ ഇളക്കി മാറ്റുന്ന സമയത്ത് ഫ്ലൈറ്റിൻ്റെ സേഫ്റ്റിയെ ബാധിക്കുമല്ലോ. അതേപോലെ നമ്മുടെ ഇക്കോസിസ്റ്റം എന്നത് ഈ ഫ്ലൈറ്റാണ്. ഓരോരോ സ്പീഷീസും അതിലെ റിവേറ്റാണ്. ഒരു സ്പീഷീസ് പോയതുകൊണ്ട് പെട്ടെന്നൊന്നും സംഭവിക്കണമെന്നില്ല. പക്ഷേ കാലക്രമത്തിൽ കൂടുതൽ സ്പീഷീസ് നഷ്ടമാകുന്ന സമയത്ത് ദാറ്റ് വിൽ ബി അഫക്റ്റിംഗ് ദ എക്സിസ്റ്റൻസ് ആൻഡ് ഫങ്ഷനിങ് ഓഫ് ഇക്കോസിസ്റ്റം. ക്ലിയർ ആണല്ലോ? റിവേറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ്. ഈ ചാപ്റ്ററിൽ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയാണ്. ബയോഡൈവേഴ്സിറ്റി എങ്ങനെയാണ് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ജൈവ വൈവിധ്യങ്ങൾ നമ്മുടെ തന്നെ പ്രവർത്തനങ്ങൾ കൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയുടെ ഏകദേശം ഒരു കണക്ക് സൂചിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ നമ്മൾ വരാൻ പോകുന്ന അടുത്ത ഭാഗം. IUCN-ന്റെ 2004 കണക്കനുസരിച്ച് മനസ്സിലാക്കണം. ഇവിടെ IUCN-ന്റെ റെഡ് ലിസ്റ്റിൽ അവർ പറയുന്നത്, IUCN-ന്റെ ലിസ്റ്റ് നമ്മൾ പരിചയപ്പെടുന്നത് 784 സ്പീഷീസ്. അതിന് കൃത്യമായിട്ട് പറഞ്ഞാൽ 338 സ്പീഷീസ് വെർട്ടിബ്രേറ്റ്സ് ആണ്, 359 സ്പീഷീസ് ഇൻവെർട്ടിബ്രേറ്റ്സ് ആണ്, 87 സ്പീഷീസ് പ്ലാന്റ്സ് ആണ്. They became extinct in the last 500 years. തൊട്ടടുത്ത ഒരു 500 വർഷം കൊണ്ട് നഷ്ടമായിരിക്കുന്ന സ്പീഷീസുകളുടെ എണ്ണത്തെയാണ് IUCN 2004 കണക്കിലൂടെ റെഡ് ലിസ്റ്റായിട്ട് റെഡ് ഡാറ്റ ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അതിൽ എക്സാമ്പിളായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് മൗറീഷ്യസിൽ നഷ്ടമായ ഡോഡോ, അതേപോലെ ആഫ്രിക്കയിൽ നിന്ന് നഷ്ടമായ കുഗ, ദെൻ ഓസ്ട്രേലിയയിലെ തൈലസീൻ, അതേപോലെ റഷ്യയിലെ സ്റ്റെല്ലേഴ്സ് സീ കൗ ആൻഡ് ബാലി ജവാൻ കാസ്പിയൻ എന്നിങ്ങനെയുള്ള 3 സബ് സ്പീഷീസ് ഓഫ് ടൈഗർ. ഇവയൊക്കെ ആണ് പ്രധാനമായിട്ടും കഴിഞ്ഞ 500 വർഷം കൊണ്ട് നഷ്ടമായ ആനിമൽസിൻ്റെയും ഒക്കെ കൂട്ടത്തിൽ IUCN-ന്റെ റെഡ് ലിസ്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ ഓർമ്മിക്കേണ്ടത് കഴിഞ്ഞ 20 വർഷം കൊണ്ട് 27 സ്പീഷീസ് ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട്. നേരത്തെ 500 ഇയേഴ്സിൻ്റെ കണക്കാണ് പറഞ്ഞതെങ്കിൽ തന്നെ കഴിഞ്ഞ 20 വർഷം കൊണ്ട് 27 സ്പീഷീസ് ദേ ഡിസപ്പിയർഡ്. ഇനിയോ ഇവിടെ നഷ്ടമായിരിക്കുന്ന പ്രധാനപ്പെട്ട ഓർഗാനിസംസ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ തന്നെ ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഒരു 15,500 ഓർ എബോവ്, അതിനേക്കാൾ അധികം, മോർ ദാൻ 15,500 സ്പീഷീസ് ദേ ഫേസ് ദ ത്രെട്ട് ഓഫ് എക്സ്റ്റിങ്ഷൻ. വംശനാശ ഭീഷണി നേരിടുന്നവയാണെന്ന് മനസ്സിലാക്കുക. എത്ര? 15,500 സ്പീഷീസ്. ഇത്രയും ഓർഗാനിസംസ് ദേ ആർ ഫേസിങ് ദ ത്രെട്ട് ഓഫ് എക്സ്റ്റിങ്ഷൻ. ഈ പറഞ്ഞിരിക്കുന്ന 15,500 നോക്കണേ, ആരൊക്കെയാണ് വരുന്നത്? 12% ബേർഡ്സ് ആണ്. അതേപോലെ തന്നെ 23% ഓഫ് മാമൽസ്, നിലവിലുള്ള മാമൽസിൽ 23%. അതേപോലെ 32% ആംഫീബിയൻസ് ആൻഡ് 31% ജിംനോസ്പേംസ്. ഇവയൊക്കെ എന്താണ് അല്ലേ? ദേ ആർ ഫേസിങ് ദ ത്രെട്ട് ഓഫ് എക്സ്റ്റിങ്ഷൻ. ടോട്ടലി ഭൂമുഖത്തുള്ള ബേർഡ്സിൻ്റെയും മാമൽസിൻ്റെയും ആംഫീബിയൻസിൻ്റെയും ജിംനോസ്പേംസിൻ്റെ ഒക്കെ കണക്കെടുത്ത് കഴിഞ്ഞാൽ അതിൽ എത്ര പെർസെൻറ്റേജ് ആണ് ദേ ആർ ഫേസിങ് ദ ത്രെട്ട് ഓഫ് എക്സ്റ്റിങ്ഷൻ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വലിയ നമ്പറാണ്, എന്താ പറയുക, ദേ ആർ ഫേസിങ് ദ ത്രെട്ട് ഓഫ് എക്സ്റ്റിങ്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ദ കറണ്ട് സ്പീഷീസ് എക്സ്റ്റിങ്ഷൻ റേറ്റ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മളുടെ ഈ സ്പീഷീസ് എക്സ്റ്റിങ്ഷൻ റേറ്റ്, വംശനാശം നടന്നുകൊണ്ടിരിക്കുന്ന എന്താ പറയുക റേറ്റ്, ആ നിരക്കെന്ന് പറയുന്നത് 100 to 1000 ടൈംസ് ഫാസ്റ്റർ ആണ് ദാൻ ഇൻ ദ പ്രീ ഹ്യൂമൻ ടൈംസ്. മനുഷ്യൻ ഭൂമുഖത്ത് ഇതേപോലെ വിഹരിക്കാതിരുന്ന കാലത്ത്, അതാണ് പ്രീ ഹ്യൂമൻ ടൈം, മനുഷ്യന്മാരിവിടെ വരുന്നതിന് മുമ്പ്. ആ സമയത്തെ അപേക്ഷിച്ച് ഇപ്പോഴുള്ള സ്പീഷീസ് എക്സ്റ്റിങ്ഷൻ റേറ്റ് ആണ് പറഞ്ഞത് 100 to 1000 ടൈംസ്. നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, all the species on earth shall be safe if one species is extinct.
അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് വൺ സ്പീഷീസ് ഈസ് ഹോമോ സാപ്പിയൻസ്. പറഞ്ഞത് ക്ലിയർ ആണല്ലോ? മനുഷ്യൻ എന്നുള്ള ഈ സ്പീഷീസ് ഭൂമുഖത്തുനിന്ന് എക്സ്റ്റിങ്ക്റ്റ് ആയി മാറിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും സേഫ് ആവുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഏതായാലും ഈ ട്രെൻഡ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, നിലവിലുള്ള സ്പീഷീസ് എക്സ്റ്റിങ്ഷൻ റേറ്റ് ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വർഷമൊന്നും വേണ്ട, നിയർലി ഹാഫ് ഓഫ് ഓൾ ദ സ്പീഷീസ് ഓൺ എർത്ത് വിൽ ബി എക്സ്റ്റിങ്ക്റ്റ് വിത്തിൻ നെക്സ്റ്റ് 100 years. അടുത്ത 100 വർഷം കൊണ്ട് ഭൂമുഖത്തുള്ള എന്താ പറയുക ഓർഗാനിസംസിൽ അല്ലെങ്കിൽ സ്പീഷീസിൽ പാതിയും ഇല്ലാതായിക്കോളും. അതാണ് അവസ്ഥ. ഓക്കെ, അപ്പോൾ ഈ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയുടെ എന്താ പറയുക ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഇനി അടുത്ത ചോദ്യം, ബയോഡൈവേഴ്സിറ്റി ഇങ്ങനെ നഷ്ടമായി കഴിഞ്ഞാൽ വല്ല പ്രശ്നമുണ്ടോ? വാട്ട് ആർ ദ ഇമ്പാക്ട്സ്? സോ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട്സ് നോക്കാം. ഒന്നാമതായിട്ട് ഡിക്ലൈൻ ഇൻ പ്ലാന്റ് പ്രൊഡക്ഷൻ. സ്പീഷീസിൻ്റെ ഡൈവേഴ്സിറ്റി കുറയുമ്പോൾ ഇവിടെയുള്ള ബയോഡൈവേഴ്സിറ്റി നഷ്ടമാകുന്ന സമയത്ത് പ്ലാന്റ് പ്രൊഡക്ഷൻ കുറയും. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നഷ്ടമാകുന്നത് പ്ലാന്റ് വെറൈറ്റീസ് തന്നെയായിരിക്കും, ഇനി അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ പ്രൊഡക്ഷനെ ബാധിക്കുന്ന തരത്തിലുള്ള മറ്റ് സ്പീഷീസ് നഷ്ടമാകുന്നുണ്ടാകും. അങ്ങനെ ഡിക്ലൈൻ ഇൻ പ്ലാന്റ് പ്രൊഡക്ഷൻ ഈസ് എൻ ഇമ്പാക്റ്റ് ഓഫ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. രണ്ടാമതായിട്ട് എൻവയൺമെൻ്റൽ പെർട്ടുർബേഷൻ, അല്ലേ, സച്ച് ആസ് ഡ്രോട്ട്. ഇവിടെ എന്താ പറയുക പ്ലാന്റ്സിനൊക്കെ സാധാരണഗതിയിൽ പ്രകൃതിയിലുണ്ടാകുന്ന ചെറിയ ചെറിയ ചേഞ്ചസിനോട് എന്താ പറയുക കോപ്പപ്പ് ചെയ്ത് നിൽക്കാൻ വേണ്ടി കഴിയും. പക്ഷേ സ്പീഷീസ് ഡൈവേഴ്സിറ്റി നഷ്ടമായാൽ അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി നഷ്ടമായാൽ ഇത്തരത്തിലുള്ള എൻവയൺമെൻ്റൽ പെർട്ടുർബേഷൻ, ദാറ്റ് മീൻസ് എൻവയൺമെൻ്റൽ ചേഞ്ചസ്, അല്ലേ, ഇവിടെ ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും മറ്റെന്താണ് പിന്നെ വെള്ളം വരൾച്ചയും അതേപോലെ വെള്ളം കിട്ടാതിരിക്കുന്നതും ഒക്കെ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ, മഴയുടെ അല്ലേ പിന്നെ കുറവൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ഡ്രോട്ട് മീൻസ് വരൾച്ച. അപ്പോൾ വരൾച്ചയൊക്കെ പോലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളെ ചെറുക്കാനുള്ള കഴിവ് അതൊക്കെ പ്ലാന്റ്സിനൊക്കെ നഷ്ടമാകും. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് പറഞ്ഞത് പൊതുവെ എന്താണ് ഇൻക്രീസ്ഡ് വേരിയബിലിറ്റി ഇൻ എക്കോസിസ്റ്റം പ്രോസസ് സച്ച് ആസ് പ്ലാന്റ് പ്രൊഡക്ടിവിറ്റി, വാട്ടർ യൂസ് ആൻഡ് പെസ്റ്റ് ആൻഡ് ഡിസീസ് സൈക്കിൾ. ഇവിടെ ഒരുപാട് തരത്തിലുള്ള വേരിയേഷൻസ് സാധാരണഗതിയിൽ കാണുന്നതിനപ്പുറത്തേക്ക് പല വേരിയേഷൻസും എക്കോസിസ്റ്റത്തിൽ കാണും. അതിലെന്തൊക്കെയായിരിക്കും? പ്ലാന്റ് പ്രൊഡക്ടിവിറ്റി വേരിയേഷൻ നടക്കും, അതായത് സാധാരണ ഉള്ളത്ര പ്രൊഡക്ടിവിറ്റി ഉണ്ടാവില്ല. വാട്ടർ യൂസ്, വെള്ളത്തിൻ്റെ എന്താ പറയുക ഉപയോഗവും അതേപോലെ അതിൻ്റെ ലഭ്യതയൊക്കെ എന്താണ് വ്യത്യാസം വരും. ദെൻ പെസ്റ്റ് ആൻഡ് ഡിസീസ് സൈക്കിളിൽ മാറ്റം വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയുടെ ഇമ്പാക്റ്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ബയോഡൈവേഴ്സിറ്റി ലോസിന് കാരണമാകുന്നതാണ്. വാട്ട് ആർ ദ കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്? ആ കോസസിന് നമുക്ക് 4 കാരണങ്ങളാണ് വരുന്നത്. ആ 4 കാരണങ്ങൾ നമ്മൾ എന്താണ് ദ ഈവിൾ കോർട്ടറ്റ് എന്ന പേരിലാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ഇത് ഫോക്കസ് ഏരിയ ആണേ, ശ്രദ്ധിക്കണം. ഈവിൾ കോർട്ടറ്റ് അല്ലെങ്കിൽ കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്, ജൈവ വൈവിധ്യം നശിച്ചു പോകുന്നതിൻ്റെ കാരണങ്ങൾ. ദ ഈവിൾ കോർട്ടറ്റ്. ഓക്കെ, കോർട്ടറ്റ് എന്ന് പറയുന്നത് 4 സൂചിപ്പിക്കുന്നതുകൊണ്ടാണ്. ഇസ് എൻ ഈവിൾ, അതൊരു തിന്മയാണ്, അല്ലേ? എന്തൊക്കെയാണത്? ഒന്നാമതായിട്ട് പറയുന്നത് ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. ഇത് പ്രത്യേകമായിട്ട് ഫോക്കസ് ഏരിയ ആണെന്ന് ഓർത്തു വെക്കണം. ഒരുപക്ഷെ ഈ പേരുകൾ പഠിച്ചാൽ തന്നെ മതിയാകും. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. ദെൻ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, അമിതമായ ചൂഷണം. ഒന്നാമതായിട്ട് പറഞ്ഞത് ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ ആണ്. ഒരു ജീവിക്കുന്ന ചുറ്റുപാടുകളും ഹാബിറ്ററ്റും അത് നഷ്ടമായി, അല്ലെങ്കിൽ എന്താണ് വലിയ ഹാബിറ്ററ്റുകൾ അത് പീസായി ഫ്രാഗ്മെന്റഡ് ആയി മാറുക. രണ്ടാമതായിട്ട് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, അമിത ചൂഷണം. ഇനി ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. ഏലിയൻ സ്പീഷീസ് മീൻസ് ഫോറിൻ സ്പീഷീസ്. അപ്പോൾ മറ്റ് സാധാരണഗതിയിൽ നാച്ചുറലി ഇന്നേറ്റായി കാണുന്ന സ്പീഷീസിന് പകരം മറ്റ് ചില സ്പീഷീസിൻ്റെ കടന്നുകയറ്റം, അതാണ് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. ആൻഡ് കോ എക്സ്റ്റിങ്ഷൻ 4ാമത്തെ റീസൺ ആണ്, 4ാമത്തെ കോസാണ്. കോ എക്സ്റ്റിങ്ഷൻ മീൻസ് വെൻ വൺ ഓർഗാനിസം ഈസ് എക്സ്റ്റിങ്ക്റ്റ്,
the other organism depending on that particular one also become extinct. അതാണ് എന്ത്? co-extinction. അപ്പം ഈ 4 കാര്യങ്ങളെയാണ് നമ്മൾ ദ ഈവൽ കോർട്ടക്സ് അല്ലെങ്കിൽ ദ കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് എന്ന പേരിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ദ ഈവൽ കോർട്ടറ്റിലെ 4 റീസൺസും 4 കോസസും ഒന്ന് നമുക്ക് വേഗത്തിൽ പറഞ്ഞു പോകാം എക്സാമ്പിളോടുകൂടി. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാക്കും. അപ്പോൾ ഒന്നാമത്തെ കോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് ആയിരുന്നു നമ്മൾ പറഞ്ഞ ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. എന്താണ് ഈ ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് ഞാൻ പറഞ്ഞു. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ് അല്ലേ. അതായത് ബയോഡൈവേഴ്സിറ്റി നഷ്ടമാകാൻ അല്ലെങ്കിൽ നശിച്ചു പോകാൻ കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസണിൽപ്പെട്ടതാണ് എന്ത്? ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. നമ്മൾ നോക്കുക, ഇതൊക്കെ ഡീഫോറസ്റ്റേഷൻ ഒക്കെ നടക്കുന്ന സമയം അല്ലേ. ഒരു ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഒരുപാട് തരം ജീവജാലങ്ങളുടെ കേന്ദ്രമാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക ഹാബിറ്ററ്റ് നഷ്ടമായാൽ എന്താ സംഭവിക്കുക? പിന്നൊന്നും പറയാനില്ല അല്ലേ. അപ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ് ആണ് ഏത്? ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. അപ്പോൾ ഇവിടെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, അപ്പോൾ അതിൻ്റെ ലോസ് എന്ന് പറയുന്നത് 14% to 6% ആണ് അല്ലേ. അതിങ്ങനെ നഷ്ടമായിക്കൊണ്ടിരിക്കുക എന്നർത്ഥം. അപ്പോൾ thousands of hectares of rainforest, they are being lost within hours. നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മണിക്കൂറുകൾ മിനിറ്റുകൾ കൊണ്ട് thousands of hectares of forest, ആയിരക്കണക്കിന് എന്താണ് ഹെക്ടർ വനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുതന്നെയാണ് ബയോ ഹാബിറ്ററ്റ് ലോസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ദ ആമസോൺ റെയിൻ ഫോറസ്റ്റ്, അത് ലങ് ഓഫ് ദ പ്ലാനറ്റ് എന്നാണ് വിളിക്കാറുള്ളത്. നമ്മുടെ എന്താ പറയുക പ്ലാനറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ ശ്വാസകോശമാണ്. കാരണം എന്താ? ഇതിന് ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത് മുഴുവൻ ഇവനാണ്, അല്ലെങ്കിൽ വലിയൊരു ശതമാനം സപ്ലൈ ചെയ്യുന്നത് ഇവനാണ്. ഇരിക്കട്ടെ, അപ്പോൾ ഈ ആമസോൺ റെയിൻ ഫോറസ്റ്റ് സോയാബീൻ പോലുള്ള കൾട്ടിവേഷന് വേണ്ടിയിട്ടൊക്കെ, അല്ലെങ്കിൽ എന്താണ് പിന്നെ ഗ്രാസ് ലാൻഡുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ഗ്രാസ് ലാൻഡുകളായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ അല്ലേ ആമസോൺ റെയിൻ ഫോറസ്റ്റ്. അതായത് കാറ്റിൽ ഫീഡൊക്കെ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കാറ്റിൽസിനൊക്കെ വേണ്ടിയിട്ട് എന്ത് വേണം? ഗ്രാസ് ലാൻഡ് വേണം. അതിനു വേണ്ടിയിട്ട് പിന്നെ ഈ പറഞ്ഞ എന്താ പറയുക ആമസോൺ റെയിൻ ഫോറസ്റ്റിലെ ദേ ആർ ബീങ് കട്ട്, ഒന്നുകിൽ കൾട്ടിവേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൺവേർഷൻ ഓഫ് ഗ്രാസ് ലാൻഡ് ഫോർ കാറ്റ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് പിന്നെ ഡിഫോറസ്റ്റേഷൻ നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത മനസ്സിലാക്കേണ്ടത് ഫ്രാഗ്മെന്റേഷൻ ഓഫ് ഹാബിറ്റ് ആണ്. സാധാരണഗതിയിൽ ഹാബിറ്റേറ്റുകളുടെ ഫ്രാഗ്മെന്റേഷൻ, അതായത് ചില ആനിമൽസിന് ജീവിക്കണമെങ്കിൽ ഇറ്റ് മേ റിക്വയർ ലാർജ് ടെറിട്ടറി, വലിയ ഏരിയ ആയിരിക്കണം, വലിയ ടെറിട്ടറി ആയിരിക്കണം അല്ലേ. അപ്പോൾ ഈ മൈഗ്രേറ്ററി നേച്ചുറൽ ആനിമൽസും അത്ര ബേർഡ്സും അവർക്കൊക്കെ എന്താണ്? വലിയ ലാർജ് ടെറിട്ടറി ആവശ്യമാണ്. അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യുന്നത്? ചിലപ്പോൾ അത്തരത്തിലുള്ള വലിയൊരു എന്താണ് ഏരിയയിലൂടെ ആയിരിക്കും ഒരു എന്താ പറയുക റോഡ് പുതുതായിട്ട് പ്രപ്പോസ് ചെയ്ത് കടന്നു പോകുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നു? ഈ വലിയ ഹാബിറ്റേറ്റ് അത് രണ്ടായിട്ട് പകുത്തുപോയി, രണ്ടായിട്ട് മാറിപ്പോയി അല്ലേ. അങ്ങനെ വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ ലാർജ് ടെറിട്ടറി വേണ്ട ജീവജാലങ്ങൾക്ക് അവിടെ അല്ലെങ്കിൽ ആനിമൽസിന് അവിടെ ജീവിക്കാൻ പിന്നെ പറ്റൂ? ഇല്ലല്ലോ. അപ്പോൾ അതാണ് ഫ്രാഗ്മെന്റേഷൻ. ഹാബിറ്ററ്റ് ലോസിനൊപ്പം തന്നെ നമ്മൾ രണ്ടാമതായിട്ട് പറയുന്ന പോയിന്റ് ആണ് എന്ത്? ഫ്രാഗ്മെന്റേഷൻ. ഒരു വലിയ ഹാബിറ്ററ്റ് അത് ചെറിയ ചെറിയ ഭാഗങ്ങളായി മാറിപ്പോകുന്നതിന് വിളിക്കുന്ന പേരാണ് ഫ്രാഗ്മെന്റേഷൻ എന്ന്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ കോസ്, ഈവൽ കോർട്ടറ്റിലെ ഒന്നാമത്തെ കോസ്, ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. ഇനി നമുക്ക് പറയേണ്ടത് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ആണ്. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ. നമുക്ക് പലതരം ആനിമൽസ് അല്ലെങ്കിൽ പലതരം സ്പീഷീസ്, അതായത് സ്റ്റെല്ലേഴ്സ് സീ കൗ, പാസഞ്ചർ പിജൻ, ഇതൊക്കെ എന്താണ് നശിച്ചു പോയത്? ഇറ്റ് വാസ് ഡ്യൂ ടു ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, അമിത ചൂഷണം കൊണ്ടായിരുന്നു. നമ്മളത് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താണ്, അവയെ പൂർണ്ണമായിട്ട് ചൂഷണം ചെയ്ത സമയത്ത് അത് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി. ഓക്കെ, അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. ഇനി നമുക്ക് മറ്റൊരു ഭാഗം പരിചയപ്പെടുന്നത് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ ആണ്. എന്താ ഈ ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ അർത്ഥമാക്കുന്നത്? ഏലിയൻ സ്പീഷീസ് എന്ന് പറയുന്ന സമയത്ത് ഫോറിൻ സ്പീഷീസ് ആണ്, പുറത്തുനിന്ന് വരുന്നതാണ്. ദാറ്റ് കോസ് ഡിക്ലൈൻ ഓർ
എക്സ്റ്റിങ്ഷൻ ഓഫ് ഇൻഡിജിനസ് സ്പീഷീസ്. ഓക്കെ, അപ്പോൾ ഒരു പ്രദേശത്ത് തന്നെയുള്ള എന്താ പറയുക ഇൻഡിജിനസ് ആയ ഇന്നേറ്റ് ആയ സ്പീഷീസ് അത് എക്സ്റ്റിങ്ക്റ്റ് ആകാൻ ആര് കാരണമാകും? ഏലിയൻ സ്പീഷീസ് കാരണമാകും. ഓക്കെ, അതിന് ചില എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു വെക്കണം. അതിന് വളരെ കൃത്യമായ എക്സാമ്പിൾ ടെക്സ്റ്റ് നൽകുന്നത് ഒന്ന് നൈൽ പേർച്ച്. ഇതാണ് നൈൽ പേർച്ച്, നിങ്ങൾക്ക് കാണാം വലിയ ഫിഷാണ്. വിച്ച് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ലേക്ക് വിക്ടോറിയ ഓഫ് ഈസ്റ്റ് ആഫ്രിക്ക. ഈസ്റ്റ് ആഫ്രിക്കയിലെ ലേക്ക് വിക്ടോറിയയിലേക്ക് ഈ നൈൽ പേർച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്താ ഉണ്ടായ റിസൾട്ട് എന്നറിയോ? It caused the extinction of more than 2,000 species of cichlid fish in the lake. ഈ ലേക്കിലെ വളരെ മനോഹരമായ ഏകദേശം 200-ലധികം സിക്ലിഡ് ഫിഷുകളെ, ഇതാണ് സിക്ലിഡ് ഫിഷ്, ഇവയുടെ നാശത്തിന് ആര് കാരണമായി? ഈ ഒരൊറ്റ നൈൽ പേർച്ച് കാരണമായി. ഓക്കെ, അപ്പൊ നൈൽ പേർച്ച് എന്നുള്ളത് ഈ പറഞ്ഞ ലേക്ക് വിക്ടോറിയയെ സംബന്ധിച്ചിടത്തോളം ആരായിരുന്നു? ഏലിയൻ സ്പീഷീസ് ആയിരുന്നു. അപ്പൊ അവിടെയുള്ള ഇന്നേറ്റ് സ്പീഷീസിനെ അത് നശിപ്പിച്ചു കളഞ്ഞു അല്ലേ? ഇത് നമുക്ക് മറ്റു ചില എക്സാമ്പിൾസ് കൂടെ നോക്കാം. ഇൻവാസീവ് വീഡ് സ്പീഷീസിന് എക്സാമ്പിൾ ആണ്. ഏതൊക്കെ? ക്യാരറ്റ് ഗ്രാസ്, ഇതാണ് ക്യാരറ്റ് ഗ്രാസ്. അതേപോലെ ലെൻഡാന, അരിപ്പൂ എന്നൊക്കെ പറയാറുള്ള ലെൻഡാന. ദെൻ വാട്ടർ ഹയാസിന്ത്, നിങ്ങൾക്കറിയാം വാട്ടർ ഹയാസിന്ത് അല്ലേ, കൊളവാഴ എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിൽ ക്യാരറ്റ് ഗ്രാസിനെ പാർത്തീനിയം എന്നാണ് വിളിക്കുന്നത്. ലെൻഡാന ഓൾറെഡി സയന്റിഫിക് നെയിമാണ്. വാട്ടർ ഹയാസിന്തിനെ നമുക്ക് എയ്ക്കോണിയ എന്ന് വിളിക്കാം. ഇവയൊക്കെ എന്താണ്? ദേ ആർ കോസിങ് ഡാമേജ് ടു നേറ്റീവ് സ്പീഷീസ്. അപ്പോൾ ഏലിയൻ സ്പീഷീസിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ക്യാരറ്റ് ഗ്രാസ് ഓർ പാർത്തീനിയം, ലെൻഡാന, അതേപോലെ വാട്ടർ ഹയാസിന്ത് അല്ലെങ്കിൽ എയ്ക്കോണിയ. ദീസ് ആർ ദ സം ഓഫ് ദ എക്സാമ്പിൾസ് ഓഫ് ഏലിയൻ സ്പീഷീസ്. ഓക്കെ, അവ ഇന്നേറ്റ് സ്പീഷീസിനെ അല്ലെങ്കിൽ നേറ്റീവ് സ്പീഷീസിനെ നശിപ്പിച്ചു കളയുന്നതായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു എക്സാമ്പിൾ കൂടെ ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് പരിചയപ്പെടുന്നുണ്ട്. അതായത് ഇല്ലീഗൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ആഫ്രിക്കൻ കാറ്റ്ഫിഷ്. ഇതാണ് ആഫ്രിക്കൻ കാറ്റ്ഫിഷ്. വലിയ എന്താ പറയുക ഫിഷാണ്. കാറ്റ്ഫിഷ് എന്ന് പറയുന്ന സമയത്ത് തന്നെ ക്ലാരിയസ് ആണ്. ക്ലാരിയസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സാധാരണ നാട്ടിൽ പറയാറുള്ള മുഴു അല്ലെ, മുഷു എന്നോ അല്ലെങ്കിൽ മുഷി എന്നൊക്കെ പറയുന്നൊരു ഫിഷ് ഉണ്ട് അല്ലേ, മുഴു എന്നൊക്കെ പറയും, ഈ മുൻഭാഗത്ത് മീശ പോലുള്ളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് ആര്? കാറ്റ് ഫിഷ്, ആഫ്രിക്കൻ കാറ്റ് ഫിഷ്. ഇതിനെ നമ്മുടെ നാട്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത്, നമ്മുടെ നാട്ടിലെ റിവേഴ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് അക്വാകൾച്ചറിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ദാറ്റ് ഈസ് പോസിങ് ത്രെറ്റ് ടു ഇൻഡിജിനസ് കാറ്റ് ഫിഷ്. നമ്മുടെ എന്താ പറയുക പുഴകളിലൊക്കെ കാണുന്ന ഇന്ത്യൻ എന്താ പറയുക കാറ്റ് ഫിഷ്, ഇൻഡിജിനസ് കാറ്റ് ഫിഷ് അല്ലേ, ഇന്ത്യൻ മഗൂർ എന്നൊക്കെ വിളിക്കാം. അപ്പോൾ ഇന്ത്യൻ മഗൂറിന്റെ എന്താ പറയുക നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലാണ് ആര് വന്നിരിക്കുന്നത്? ക്ലാരിയസ് ഗാരിപ്പൈനസ് എന്നറിയപ്പെടുന്ന ആഫ്രിക്കൻ മഗൂർ അല്ലെങ്കിൽ ആഫ്രിക്കൻ കാറ്റ് ഫിഷിന്റെ സാന്നിധ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതും ഒരു ടൈപ്പ് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ എക്സാമ്പിൾ ആയിട്ട് ഓർത്തു വെക്കാം. കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ദ ഇവിൾ ക്വാർട്ടറ്റ് എന്നറിയപ്പെടുന്ന ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്ന മൂന്നാമത്തെ റീസൺ ആണ് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. ഇനി നാലാമത്തെ കോസ് കൂടെ പരിചയപ്പെടുമ്പോൾ നമുക്ക് ദ കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് അല്ലെങ്കിൽ ദ ഇവിൾ ക്വാർട്ടറ്റ് അവസാനിപ്പിക്കാം. അത് നാലാമത്തത് കോ എക്സ്റ്റിങ്ഷൻ ആണ്. കോ എക്സ്റ്റിങ്ഷൻ. എന്താ കോ എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ? കോ മീൻസ് ഒരുമിച്ച്, കൂടെ എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് when a species become extinct, the species associated with also become extinct. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത ആളും എന്ത് ചെയ്യുന്നു? എക്സ്റ്റിങ്ക്റ്റ് ആയി മാറുന്നു അല്ലേ. എക്സ്റ്റിങ്ഷൻ ഓഫ് പാരസൈറ്റ് when the host is extinct അല്ലേ. ഒരു ഹോസ്റ്റ് പാരസൈറ്റ് റിലേഷൻഷിപ്പ് ആലോചിച്ച് നോക്കുക. ഹോസ്റ്റ് ഇല്ലാതാകുന്ന സമയത്ത് ആരും പോകും? പാരസൈറ്റ് നശിച്ചു പോകും. ഇനി അതേപോലെ തന്നെ ഇൻ കോ ഇവോൾവ്ഡ് പ്ലാന്റ് പോളിനേറ്റർ മ്യൂച്വലിസം. ചില പ്ലാന്റുകൾക്ക് പോളിനേഷൻ നടക്കണമെങ്കിൽ ആര് തന്നെ വേണ്ടി വരും? ചില പ്രത്യേക പോളിനേറ്റേഴ്സ്, ചില പ്രത്യേക ബേർഡ്സ്, ചില പ്രത്യേക ബീസ് ഒക്കെ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ പ്ലാന്റ് പോളിനേറ്റർ മ്യൂച്വലിസം അപ്പോൾ എന്താ സംഭവിക്കുക? എക്സ്റ്റിങ്ഷൻ ഓഫ് വൺ, ഒരെണ്ണം നശിച്ചു പോയി കഴിഞ്ഞാൽ ദാറ്റ് ഷാൾ ബി ലീഡിങ് ടു ദ എക്സ്റ്റിങ്ഷൻ ഓഫ് അതർ. ഓക്കെ, അപ്പോൾ ഈ പ്ലാന്റ് പോളിനേറ്റർ മ്യൂച്വലിസത്തിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ഒരെണ്ണം നശിച്ചു പോയാൽ, അതായത് പ്ലാന്റ് ഇല്ലെങ്കിൽ പോളിനേറ്റർ അല്ലെ നിൽക്കാൻ പറ്റില്ല.
അതേപോലെ പോളിനേറ്റർ ഇല്ലെങ്കിൽ പ്ലാന്റിനും നിൽക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഇവ തമ്മിൽ മ്യൂച്വലിസമാണ്. ഈ പ്ലാന്റിനെ ആശ്രയിച്ചാണ് പോളിനേറ്റർ ജീവിക്കുന്നത്, ഈ പോളിനേറ്ററെ ആശ്രയിച്ചാണ് പ്ലാന്റ് ജീവിക്കുന്നത്. അപ്പൊ ഇതിലേതെങ്കിലും ഒന്നില്ലാതാകുന്ന സമയത്ത് അല്ലേ, ദി അതർ വൺ വിൽ ഓൾസോ ബിക്കം എക്സ്റ്റിങ്ക്റ്റ്. ഇത്തരത്തിൽ എന്താ പറയുക ഉണ്ടാകുന്ന കോസിനെയാണ് നമ്മൾ കോ എക്സ്റ്റിങ്ഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദ ഇവിൾ ക്വാർട്ടറ്റിലെ 4ാമത്തെ കാര്യം കൂടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഈ ചാപ്റ്ററിന്റെ 2ാമത്തെ വീഡിയോയായ ഈ വീഡിയോ സെഗ്മെന്റ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിലെ 3 കാര്യങ്ങൾ ഫോക്കസ് ഏരിയയിൽ വരുന്നതാണെന്ന് കൂടെ ഓർമ്മിക്കണം. ഒന്നാമതായിട്ട് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. അതുമായി ബന്ധപ്പെട്ട് അലക്സാണ്ടർ വോ ഹംബോൾട്ടിൻ്റെ ആ ഒരു തിയറിയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗ്രാഫും ഇക്വേഷനൊക്കെ പഠിച്ചു നോക്കണം. രണ്ടാമതായിട്ട് റിവറ്റ് പോപ്പ് ഹൈപ്പോത്തിസിസ്, അതായത് ഇമ്പോർട്ടൻസ് ഓഫ് സ്പീഷീസ് ടു ദി ബയോഡൈവേഴ്സിറ്റി. ഈ ബയോഡൈവേഴ്സിറ്റിയോട് ഓരോ സ്പീഷീസിനും എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് പോൾ എർലിക്ക് കൊണ്ടുവന്ന റിവറ്റ് പോപ്പ് ഹൈപ്പോത്തിസിസ്. മൂന്നാമത്തെ ഫോക്കസ് ഏരിയ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ദ കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്. ബയോഡൈവേഴ്സിറ്റി നഷ്ടമാകാനുള്ള റീസൺ, കാരണം എന്താണ്? അതിൽ ദ ഈവിൾ ക്വാർട്ടറ്റ് എന്ന രൂപത്തിൽ നമ്മൾ 4 കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഒന്നാമതായിട്ട് ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ ആണ്. രണ്ടാമതായിട്ട് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ആണ്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ ആണ്. അതേപോലെ തന്നെ 4ാമതായിട്ട് കോ എക്സ്റ്റിങ്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ദ ഈവിൾ ക്വാർട്ടറ്റായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. ഏതായാലും അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനെ കുറിച്ചുള്ള ഡിസ്കഷൻ ആവാം. അതിൽ തന്നെ എക്സിറ്റു ആൻഡ് ഇൻസിറ്റു കൺസർവേഷനൊക്കെ കൃത്യമായിട്ട് ഫോക്കസ് ഏരിയ ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. ഏതായാലും ഈ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു വെരി മച്ച്.